ഞാൻ കഴിഞ്ഞ ഒരു സമയം കൊട്ടുകാട് ഭാഗത്ത് വന്നപ്പോൾ അവിടെ 1,00,000 രൂപ ഒരു മുസ്ലിമായ സഹോദരനാണ് ആദ്യം ഏറ്റെടുത്തത് പള്ളിയുടെ പുനർനിർമ്മാണ പ്രവർത്തനത്തിന്. അള്ളാഹു അവർക്ക് ഐശ്വര്യം നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് ഈ പള്ളിയുടെ നിർമ്മാണ പ്രവർത്തനം ഭംഗിയായി പൂർത്തിയാക്കാനുള്ള ഖൈറിന്റെ കവാടങ്ങൾ തുറന്നു തരുമാറാകട്ടെ. അള്ളാഹു എളുപ്പമാക്കി തരട്ടെ. ബിഹഖ്ഖിൻ നബിയ്യേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇൻഷാ അല്ലാഹ് അതിലേക്ക് നല്ല ഹദിയകൾ നിങ്ങൾ നൽകുക, നല്ല നിയ്യത്ത് വെച്ച് നൽകുക. ഒരിക്കലും അത് വെറുതെ ആവില്ല. ഒരുപാട് വസ്തുക്കൾ അതിലേക്ക് ആവശ്യമുണ്ട്. അൽഹംദുലില്ലാഹ് ഒരു ഹൈന്ദവ സഹോദരൻ 1,00,000 രൂപ. സുബ്ഹാനല്ലാഹ്. ഒരു തക്ബീർ അല്ലല്ലേ? കുലു തക്ബീർ. ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ നീ ഖബൂലാക്കണേ അല്ലാഹ്, നീ സ്വീകരിക്കണേ അല്ലാഹ്. ആ സഹോദരൻ എന്ത് ലക്ഷ്യത്തോടെയാണോ നിന്റെ ഭവനത്തിന് നൽകിയത്, നീ ആ സഹോദരനെ ഏറ്റെടുക്കണേ അല്ലാഹ്. അവരുടെ എല്ലാ കാര്യത്തിലും ഐശ്വര്യം നൽകണേ അല്ലാഹ്, എല്ലാ കാര്യത്തിലും പുരോഗതി നൽകണേ അല്ലാഹ്. കുടുംബത്തിൽ, ജീവിതത്തിൽ, ജീവിത ഉപാധികളിൽ ഐശ്വര്യം നൽകണേ അല്ലാഹ്. എത്ര വലിയ പ്രയാസങ്ങളുണ്ടെങ്കിലും നീ തട്ടി മാറ്റണേ അല്ലാഹ്. എല്ലാവിധ ഖൈറും നീ അവർക്ക് തുറന്നു കൊടുക്കണേ അല്ലാഹ്. അല്ലാഹു നമ്മുടെ മക്കളെ നന്നാക്കി തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ നജീം എന്നെ ഇങ്ങോട്ട് പരിപാടിക്കൊക്കെ വിളിക്കുകയും കാരാളിമുക്കുള്ള പ്രിയപ്പെട്ട കൂട്ടുകാരൻ ഗൾഫിലാണ്. അള്ളാഹു ബർക്കത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. മകൻ ഹാഫിളായി എന്ന സന്തോഷം അറിയിച്ചു. അള്ളാഹുവേ ആ പൊന്നുമോനെ ഉഖ്റവിയായ നല്ല ഹാഫിളും ആലിമുമാക്കണേ അല്ലാഹ്. പ്രിയപ്പെട്ട കൂട്ടുകാരൻ്റെ ഭാര്യയ്ക്ക് നീ ശിഫാ നൽകണേ അല്ലാഹ്, നീ റഹ്മത്ത് നൽകണേ അല്ലാഹ്. ഈമാനുള്ള മുഅ്മിനീങ്ങളെ, ആ പൊന്നുമോൻ വിളിച്ച് മോൻ്റെ കാര്യത്തിൽ പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞിരുന്നു. മഹാനായ അഹമ്മദുൽ കബീർ റിഫായി തങ്ങൾ 7ാമത്തെ വയസ്സിൽ ഖുർആൻ മനപ്പാടമാക്കി. നമ്മുടെ 7 വയസ്സുള്ള കുട്ടി ഇന്ന് എന്ത് ചെയ്യുന്നു എന്ന് നമ്മളൊന്ന് പരിശോധിച്ചാൽ മതി. നമ്മുടെ മക്കളെ നമ്മൾ എങ്ങനെയാണ് വളർത്തിക്കൊണ്ടുവരുന്നത്? ആ മക്കളുടെ സ്വഭാവം എന്താണ്? ആ മക്കൾ ഇന്ന് ഏത് രൂപത്തിലാണ് ജീവിക്കുന്നത്? മൊബൈൽ ഫോൺ ഇല്ലാതെ ഇന്ന് ഏതെങ്കിലും കുട്ടി ജീവിക്കോ? എന്താ രക്ഷിതാക്കളൊന്നും പറയാത്ത? പറ്റുമോ? ഇന്നത്തെ മക്കൾക്ക് മൊബൈൽ ഫോൺ വേണം. മൊബൈൽ ഫോണില്ലാതെ ഭക്ഷണം കഴിക്കില്ല, മൊബൈൽ ഫോണില്ലാതെ പഠിക്കില്ല, മൊബൈൽ ഫോണില്ലാതെ ഉറങ്ങില്ല, മൊബൈൽ ഫോണില്ലാതെ ഒന്നും ചെയ്യില്ല. അത് കിട്ടിയാലേ പറ്റുള്ളൂ എന്ന രൂപത്തിൽ വാശി പിടിക്കുന്ന മക്കൾ അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മുടെ മക്കൾക്ക് ദീനിയായ വിഷയങ്ങൾക്ക് വലിയ രൂപത്തിലുള്ള മഹത്വം നമ്മൾ കൽപ്പിക്കണം. ഇനി മൊബൈൽ ഫോൺ തന്നെ കൊടുക്കുകയാണെങ്കിൽ തന്നെ അതിലെന്താ അവർ കാണുക? നല്ല രൂപത്തിലുള്ള വല്ലതും കാണുകയാണെങ്കിൽ നമുക്ക് ഒരുവിധം ക്ഷമിക്കാം. അതല്ലല്ലോ കാണുന്നത്. മൊബൈൽ ഫോണിൽ അവർ കാണുന്നത് എന്താണ്? അവരെന്താണ് കണ്ടുകൊണ്ടിരിക്കുന്നത്? സൗണ്ട് വർക്കല്ലേ മോനെ. അവരെന്താ കണ്ടുകൊണ്ടിരിക്കുന്നത്? ഈമാനുള്ള മുഅ്മിനീങ്ങളെ, നമ്മളെ മക്കളെ കാര്യം നമ്മൾ നല്ല ശ്രദ്ധിക്കേണ്ടതുണ്ട്. മഹാന്മാരെ മജ്ലിസിൽ വന്നിരിക്കുമ്പോൾ എന്ത് കിട്ടിയെന്ന് ചോദിച്ചാൽ, എൻ്റെ കുടുംബം എങ്ങനെ ആവണം, എൻ്റെ മക്കൾ എങ്ങനെ ആവണം, എൻ്റെ സാഹചര്യം എങ്ങനെ ആവണം, മഹാന്മാരെ ജീവിതത്തിൽ നിന്ന് പകർത്തിയെടുക്കണം. അവരെ കറാമത്തുകളും അവരുടെ ജീവിതവും പറഞ്ഞിങ്ങനെ കേട്ടുപോയാൽ പോരാ. അഹ്മദുൽ കബീർ റിഫായി തങ്ങൾ 7ാമത്തെ വയസ്സിൽ ഖുർആൻ മനഃപ്പാടമാക്കുന്നു, ധാരാളം കിതാബുകൾ പഠിക്കുന്നു. മഹാനവറുകളുടെ ചിന്ത അല്ലാഹു റബ്ബി എന്നൊരൊറ്റ ചിന്ത. അള്ളാഹുവിനെ കുറിച്ച് ചിന്തിച്ച് ജീവിച്ചവരാണ് ബഹുമാനപ്പെട്ടവർ. എപ്പോ? ചെറിയ കുട്ടിയാകുമ്പോൾ. ഇന്നത്തെ കുട്ടികൾക്ക് ആ ചിന്തയുണ്ടോ ഇല്ലേ എന്ന് നമ്മൾ പരിശോധിക്കുക. ആരെയും കുറ്റപ്പെടുത്തല്ല, നിങ്ങൾ അങ്ങനെ വിചാരിക്കരുത്. എന്താ തങ്ങൾ വന്ന് ഇങ്ങനെ കുറ്റം പറയണ്? അല്ല രക്ഷിതാക്കളെ, നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്. അള്ളാഹു നമ്മെ ഏൽപ്പിച്ച അമാനത്താണ് നമ്മുടെ മക്കൾ. ആ അമാനത്ത് അള്ളാഹുവിലേക്ക് തിരിച്ച് ഏൽപ്പിക്കുമ്പോൾ അത് കൃത്യമാവണം. ഇല്ലെങ്കിൽ അള്ളാഹിൻ്റെ മുന്നിൽ നമ്മൾ മറുപടി പറയേണ്ടി വരും. നിനക്കൊരു മകനെ തന്നിട്ട്, നിനക്കൊരു മകളെ തന്നിട്ട് നീ ഏത് രൂപത്തിലാണ് വളർത്തിയത് എന്ന് അള്ളാഹു ചോദിക്കും. ആ സമയത്ത് നല്ല മറുപടി പറയാൻ കഴിയണം.
മഹാനായ അഹ്മദുൽ കബീർ റിഫായി തങ്ങൾ ദർസ് പഠിക്കുന്ന കാലത്ത് സുബ്ഹാനല്ലാഹ്, അതാ ദർസിൽ പഠിക്കുമ്പോൾ ഉസ്താദിൻ്റെ ഒരു തീരുമാനം, എല്ലാ കുട്ടികളുടെ കയ്യിലേക്കും ചെറിയ ഒരു കാടക്കുരുവിയെ കൊടുക്കുകയാണ്, ഒരു കത്തിയെയും കൊടുക്കുകയാണ്. എന്നിട്ട് ഉസ്താദിൻ്റെ ഒരു പ്രഖ്യാപനം, ഓ മുതഅല്ലിമീങ്ങളെ, ഓ എൻ്റെ മക്കളെ, നിങ്ങൾ ഈ കാടക്കുരുവി കുഞ്ഞിനെ ഒരാളും കാണാതെ കൊന്നുകളഞ്ഞ് തിരിച്ചു വരണേ. ഉസ്താദ് പ്രഖ്യാപിക്കുകയാണ്, ഒരാളും കാണാതെ കൊന്നുകളയണം. ഉടനെ തന്നെ കുട്ടികളതാ വലിയ സന്തോഷത്തോടെ ഉസ്താദ് ഒരു കാര്യം പറഞ്ഞതാണല്ലോ, ആ തീരുമാനത്തോടെ അവരതാ ഇറങ്ങി ഓടുകയാണ്. എല്ലാവരും കൊന്നുകളഞ്ഞ് തിരിച്ചു വന്നു. അഹ്മദുൽ കബീർ എന്ന പൊന്നുമോനെ കാണുന്നില്ല. ഉസ്താദ് ചോദിച്ചു, എവിടെ അഹ്മദുൽ കബീർ? ആ സമയത്ത് പള്ളിയുടെ ഒരു മൂലയിലിരുന്നു കൊണ്ട് മഹാനായ അഹ്മദുൽ കബീർ എന്ന പൊന്നുമോനെ ആ പക്ഷിയെയും പിടിച്ച് കത്തിയും കയ്യിൽ പിടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്നു. ചോദിച്ചു, മോനെ എന്താ നീ ഉസ്താദ് പറഞ്ഞത് പ്രവർത്തിക്കാത്തത്? നിന്നെ അതാ ഉസ്താദ് വിളിക്കുന്നുണ്ട്. ആ ഉസ്താദിന്റെ അരികിലേക്ക് കൊണ്ടുവന്നിട്ട് ഉസ്താദ് ചോദിച്ചു, എന്തേ മോനെ, എല്ലാ കുട്ടികളും ഞാൻ പറഞ്ഞത് കേട്ടല്ലോ, എല്ലാവരും കാടക്കുരുവിയെ കൊന്നുകളഞ്ഞ് സന്തോഷത്തോടെ വന്നു നിൽക്കുമ്പോ എന്തിനാണ് അഹ്മദുൽ കബീറെ നീ കരയുന്നത്? നീ എന്താ കൊന്നു കളയാത്തത്? ഉടനെ തന്നെ മഹാനായ അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഉസ്താദേ, ഉസ്താദ് ഞങ്ങളോട് പറഞ്ഞത് ഒരാളും കാണാതെ കൊല്ലണമെന്നാണ്. ഞാനും ഇതിനെ കൊല്ലാൻ വേണ്ടി വലിയ തീരുമാനത്തോടെ ഇറങ്ങിയതാണ്. ഉസ്താദ് പറഞ്ഞത് കേട്ട് ഇറങ്ങിയതാണ്. അങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ ചെന്നപ്പോഴും ഒരാളും കാണുന്നില്ല എന്നെനിക്ക് ബോധമുണ്ട്. പക്ഷേ ഒരൊറ്റയാളിന്റെ കാഴ്ചയിൽ നിന്ന് തടയാൻ സാധ്യമല്ല. അതാരുടെ കാഴ്ചയാണെന്നറിയുമോ? യഅലമു ഖായിനത്തുൽ അയുനി വമാ തുഖ്ഫിസ് സുദൂർ. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല കാണുന്നുണ്ട്. ഒരു മനുഷ്യനും കാണുന്നില്ല. ഞാൻ കൊല്ലാൻ തീരുമാനിച്ചു, പക്ഷേ അല്ലാഹു റബ്ബി, ആ റബ്ബ് കാണുന്നുണ്ടല്ലോ. യഅലമു ഖായിനത്തുൽ അയുനി വമാ തുഖ്ഫിസ് സുദൂർ. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല കണ്ണിന്റെ കട്ടുനോട്ടം അറിയുന്നവനാ. ഖൽബിന്റെ അകത്തളങ്ങളിലുള്ളതെല്ലാം അറിയുന്നവനാണ് അല്ലാഹു. അതുകൊണ്ട് തന്നെ ആ റബ്ബ് കാണുന്നുണ്ടല്ലോ. ആ ഒരു ചിന്ത കൊണ്ടാണ് ഉസ്താദേ എനിക്ക് കൊല്ലാൻ കഴിയാതെ വന്നത് എന്ന് അഹ്മദുൽ കബീർ റിഫായി എന്ന പൊന്നുമോൻ ഉസ്താദിനോടങ്ങ് പറയുകയാണ്. ചെറിയ പ്രായത്തിൽ അല്ലാഹു റബ്ബി എന്ന ചിന്തയാണ് മഹാനായ അഹ്മദുൽ കബീർ റിഫായി തങ്ങളുടെ ജീവിതത്തില് നമ്മുടെ രക്ഷിതാക്കൾ, നമ്മുടെ മക്കളുടെ ഹൃദയത്തിലേക്ക് ഈ രൂപത്തിലുള്ള ഒരു ചിന്ത കൊടുക്കേണ്ടതുണ്ട്. ആധുനിക സംവിധാനങ്ങളുടെ, മൊബൈൽ ഫോണുകളുടെ, അല്ലെങ്കിൽ സിനിമയും സീരിയലും കാർട്ടൂണുകളും തോന്നിവാസങ്ങളുമായി നമ്മുടെ മക്കളുടെ സമയങ്ങൾ കൊന്നുകളഞ്ഞുകൂടാ. ആ മക്കളിലേക്ക് നിന്നെ പടച്ചത് അല്ലാഹുവാണ്, ആ റബ്ബിനെയാണ് ആരാധിക്കേണ്ടത് എന്ന് തുടങ്ങിയിട്ട് മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടതുണ്ട്. ആ മക്കളെ കുഞ്ഞിളം ഹൃദയത്തിലേക്ക് ലോകത്തിന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹ്, എവിടെ സ്വലാത്ത്, മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെന്ന ചിന്ത പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. ആ ഒരു ബോധം മക്കളിൽ ഉണ്ടാക്കേണ്ടതുണ്ട്. ഈമാനുള്ള മുഅ്മിനീങ്ങളെ, അഹ്മദുൽ കബീർ റിഫായി തങ്ങളുടെ ജീവിതം അയവിറക്കുമ്പോ ഇതൊക്കെ നമ്മുടെ കുടുംബത്തിലേക്കും കൊണ്ടുവരാൻ നമുക്ക് കഴിയണം. പോട്ടെ, ഞാൻ ചുരുക്കുകയാണ്. മഹാനായ അഹ്മദുൽ കബീർ റിഫായി തങ്ങളുടെ ജീവിതം നമ്മൾ ഇനിയും പരിശോധിച്ചു നോക്കിയാൽ സുബ്ഹാനല്ലാഹ്, അവിടുത്തെ ജീവിതത്തിൽ ഏറ്റവും നല്ല രൂപത്തിൽ നമ്മുടെ ജീവിതത്തിൽ പകർത്തിയെടുക്കേണ്ട ഒരു സ്വഭാവമുണ്ട്. അതെന്താണെന്നറിയുമോ? ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ്. മഹാനായ അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹുവിനെ ഓർക്കുമ്പോൾ
ഏത് സദസ്സിൽ മഹാനവറുകളെ പറയുന്നുണ്ടോ അവിടെയൊക്കെ ഓർക്കുന്നത് അവിടുത്തെ ജീവിതത്തിൽ നടത്തിയ പ്രവർത്തനങ്ങളാണ്. ബഹുമാനപ്പെട്ടവർക്ക് എല്ലാവരോടും വലിയ സ്നേഹം, മനുഷ്യനോടും ഇതര ജീവികളോടും വലിയ സ്നേഹം. ബഹുമാനപ്പെട്ടവരുടെ ജീവിതം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, പള്ളിയിൽ നിന്ന് നിസ്കാരം കഴിഞ്ഞിറങ്ങുമ്പോൾ ഒരു കുഷ്ഠരോഗിയായ നായയെ നാട്ടുകാര് മുഴുവനും കല്ലെടുത്ത് എറിഞ്ഞ് ആട്ടിവിടുകയാണ്. ബഹുമാനപ്പെട്ടവര് പറഞ്ഞു, നാട്ടുകാരെ ആ നായയെ നിങ്ങൾ എറിഞ്ഞു വിടല്ല. ഉടനെ തന്നെ പറഞ്ഞു, ഉസ്താദേ നിങ്ങൾ അങ്ങനെ പറഞ്ഞാ ശരിയാവൂല. ഈ നായ കുഷ്ഠരോഗം ബാധിച്ച നായയാണ്. ഈ നായയിൽ നിന്നുള്ള വല്ലതും ഈ നാട്ടിൽ ആർക്കെങ്കിലും പകർന്നു കഴിഞ്ഞാൽ അത് വലിയ പകർച്ചാരോഗമായി കുഷ്ഠരോഗം ഇവിടെ പകരുമല്ലോ. അപ്പോഴും ബഹുമാനപ്പെട്ടവര് പറഞ്ഞു, വേണ്ട, നിങ്ങളതിനെ എറിഞ്ഞുകളയല്ല, ആട്ടിവിടല്ല, അതിന് പരിഹാരം ഞാൻ ഉണ്ടാക്കിത്തരാം, നിങ്ങൾക്ക് സമാധാനം ഞാൻ നൽകാം. അങ്ങനെ അതാ സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീറുൽ റിഫാഈ തങ്ങള് എല്ലാവരും മാട്ടിയോടിക്കുന്ന കല്ലെറിയുന്ന നായയുടെ അരികിൽ പോയി ആ നായയെ കെട്ടിയിട്ട് കൊണ്ടുപോവുകയാണ്. ആരും താമസിക്കാത്തൊരു മലഞ്ചെരുവിൽ കൊണ്ടുപോയിട്ട് കുഷ്ഠം ബാധിച്ച നായയെ കഴുകി വൃത്തിയാക്കി ആ നായക്ക് വേണ്ട പരിചരണങ്ങൾ നൽകുന്നു, ആ നായക്ക് വേണ്ട മെഡിസിൻ നൽകുന്നു, ആ നായക്ക് വേണ്ട എല്ലാവിധ ശുശ്രൂഷകളും നൽകിയിട്ട് പരിചരിക്കുന്നു. ആര്? സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീറുൽ റിഫാഈ. നമ്മളിന്ന് എന്താ കാണുക? ഒരു നായയെ കണ്ട എന്താ കാട്ടുക? എറിഞ്ഞ് ഓടിക്കും, പരിസരത്ത് പോലും പാടില്ല. ഒന്നില്ലെങ്കിൽ നായ ഓടും, അല്ലെങ്കിൽ നമ്മളോടും. രണ്ടിലേതെങ്കിലും ഒരു ഓട്ടം എന്തായാലും ഉണ്ടാവും, അല്ലേ? ഒന്നില്ലെങ്കിൽ നമ്മൾ നായനെ കണ്ട് പേടിച്ചോടും, അല്ലെങ്കിൽ നായ നമ്മളെ കണ്ട് പേടിച്ചോടും, അല്ലെങ്കിൽ നമ്മൾ അതിനെ ഓടിപ്പിക്കും. എന്നാൽ നായ എന്ന് പറയുന്ന ജീവിയെ തൊട്ടാൽ 7 പ്രാവശ്യം കഴുകണം. ശാഫിഈ മദ്ഹബ് പറയുന്നു. അതിൽ ഒന്നും ശുദ്ധമായ മണ്ണ് കലക്കിയ വെള്ളം കൊണ്ടാവണം. 40 ദിവസം സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീറുൽ റിഫാഈ തങ്ങൾ ആ നായക്ക് പരിചരണം നൽകി, അതിനെ കുളിപ്പിച്ച് കഴുകി വൃത്തിയാക്കി, അതിന് മെഡിസിൻ നൽകി, അതിന് ചികിത്സ നൽകി, അതിന് ഭക്ഷണം നൽകി. അവരുടെ കൈകളെല്ലാം 7 പ്രാവശ്യം ഒന്ന് ശുദ്ധമായ മണ്ണ് കൊണ്ട് കഴുകി, 7 പ്രാവശ്യം കഴുകി അവരും ശുദ്ധിയാവുകയാണ്. ആർക്കാ ഇത്ര കൃപയുണ്ടാവുക? ആരുടെ മനസ്സിലായി ഇത്രയും വലിയ കൃപയുണ്ടാവുക? സുബ്ഹാനല്ലാഹ്, അതാണ് അഹ്മദുൽ കബീറുൽ റിഫാഈ തങ്ങളുടെ ജീവിതം. ഒരു നായയോട് മാത്രമല്ല, ബഹുമാനപ്പെട്ടവർ പള്ളിയിലേക്ക് നിസ്കരിക്കാൻ പോവുകയാണ്. ജമാഅത്തിന്റെ സമയമായിട്ടുണ്ട്. ബഹുമാനപ്പെട്ടവര് പോകാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ അവിടുത്തെ വസ്ത്രത്തിന്റെ കയ്യിന്റെ ഭാഗത്തൊരു പൂച്ച കിടന്നുറങ്ങുകയാണ്. ആ പൂച്ചയുടെ ഉറക്ക് കണ്ടപ്പോൾ മനസ്സിലായി, നല്ല വിശ്രമത്തിലാണ് പൂച്ചയുള്ളത്. ഞാൻ പള്ളിയിലേക്ക് പോകുമ്പോ എൻ്റെ കമീസിലാണ്, എൻ്റെ വസ്ത്രത്തിലാണ്. പക്ഷേ ഉടനെ തന്നെ ആ കുപ്പായത്തിന്റെ കയ്യങ്ങ് മുറിച്ചു കളഞ്ഞു. എന്നിട്ട് ആ വസ്ത്രം ധരിച്ചിട്ട് ജമാഅത്തിന് പോയി. എൻ്റെ വസ്ത്രത്തിൽ ആ പൂച്ച കിടന്നുറങ്ങുമ്പോ അത് നല്ല ഉറക്കിലാണ്. അതിൻ്റെ ഉറക്കം നഷ്ടപ്പെടുത്താൻ പറ്റൂല. നമ്മളെന്താ ചെയ്യാ? ഒരു ഈച്ച ഉണ്ടെങ്കിൽ എന്താ ചെയ്യാ? നിസ്കരിക്കാൻ പോണ്ട. നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഒരു ഈച്ച അല്ലെങ്കിൽ ഒരു കൊതു, അല്ലേ, അതാ ഒരു കാലിൽ കൊതു ഇരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യാ? അപ്പോ എന്താ ചെയ്യാ? കേൾക്കണില്ല, അടിച്ചണ്ട് കൊല്ലും. അഹ്മദുൽ കബീർ റിഫാഈ തങ്ങൾ എന്താ ചെയ്ത്? കുപ്പായത്തിന്റെ കൈമുറിച്ചു. ആ പൂച്ച അവിടെ കിടന്നുറങ്ങട്ടെ. തിരിച്ചു വന്നു, ആ കുപ്പായ കയ്യിൽ നിന്ന് പൂച്ച എഴുന്നേറ്റ് പോയിട്ടുണ്ട്. അത് തുന്നിപ്പിടിപ്പിച്ചു. അവിടുത്തെ മനസ്സ് നോക്കണം. അവരെ ഓർക്കുന്ന മജ്‌ലിസ, അവരെ പേരുള്ള പള്ളിയ. അല്ലാഹു നീ കബൂലാക്കണേ അല്ലാഹ്. അതുപോലെ അഹ്മദുൽ കബീർ റിഫാഈ തങ്ങളുടെ ജീവിതത്തിൽ നമ്മൾ നോക്കിയാൽ, ഒരു ദിവസം ബഹുമാനപ്പെട്ടവരിങ്ങനെ നടന്നു വരുമ്പോൾ ഒരു പാവപ്പെട്ട വീടിൻ്റെ തൊഴുത്തിൽ ഒരു പശു
ഇവിടെ എന്താ പറയുക, തൊഴുത്ത് തന്നെയല്ലേ പറയാ, മാറ്റൊന്നുമില്ലല്ലോ. ആ, തൊഴുത്തിൽ ഒരു ചെറിയ പശുവിനെ കണ്ട് ഒരു കള്ളൻ ആ പശുവിനെ അയച്ചു കൊണ്ടുപോവുകയാണ്. ഇന്നിപ്പോൾ പശുവിനെ കക്കുന്ന കള്ളന്മാരൊന്നുമില്ല. ഇന്നെന്ത് സംഘമാണ്? കുറുവാ സംഘം അല്ലേ? ഇന്ന് അങ്ങനത്തെ ഒരു കാലമാണ് കുറുവാ സംഘം. ആളുകളെ ഭയപ്പെടുത്തി, ബേജാറാക്കി, അക്രമം നടത്തി തോന്നിവാസം ചെയ്യുന്നവർ, അന്യന്റെ മുതൽ പിടിച്ചു പറിക്കുന്നവർ, അള്ളാഹു അവരെ ശർറിൽ നിന്നു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈമാനുള്ള മുഅ്മിനീങ്ങളെ, ആ പശുവിനെ കള്ളൻ അയച്ചു കൊണ്ടുപോകാൻ നിൽക്കുമ്പോൾ ബഹുമാനപ്പെട്ടവരിത് കണ്ടു. ആ കള്ളനെ വിളിച്ചു, മോനെ എന്താ ചെയ്യുന്നത്? ഈ പശുവിനെ നീ കൊണ്ടുപോകണ്ട, ഇത് ചെറുതാ, ഇത് നാളെ നീ കൊണ്ടുപോയി വിറ്റാൽ നിനക്ക് ആവശ്യമായതൊന്നും ഇതിൽ കിട്ടില്ല, അതുകൊണ്ട് നീ എൻ്റെ കൂടെ വാ. എങ്ങോട്ടാണ് കൊണ്ടുപോയത്? ബഹുമാനപ്പെട്ടവർ വീട്ടിലേക്ക്. എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന നല്ല കൊഴുത്ത പശുവിനെ കൊടുത്തിട്ട് പറഞ്ഞു, ഇതിന് നീ കൊണ്ടുപോയിക്കോ. ആ നാട് വിട്ട് കിടക്കും വരെ കള്ളന് വേണ്ടി ആളുകൾ ആക്രമിക്കരുത് എന്ന് കരുതിയിട്ട് കട്ടുകൊണ്ടുപോകുന്ന പശുവിനെ മാറ്റി സ്വന്തം പശുവിനെ കള്ളന്റെ കയ്യിൽ കൊടുത്ത് കള്ളന് സംരക്ഷണം നൽകിയിട്ട് നാട് വിട്ടുകിടത്തി സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ റിഫാഈ റളിയല്ലാഹു അൻഹു പറയും, റളിയല്ലാഹു തആല അൻഹു. സുബ്ഹാനല്ലാഹ്. അദ്ദേഹം നേരം വെളുത്തപ്പോൾ ചിന്തിക്കുകയാണ്, ആരാപ്പത് എനിക്ക് കളവ് നടത്തുമ്പോൾ സ്വന്തം പശുവിനെ തന്നിട്ട് എന്നെ പറഞ്ഞയച്ചവർ? ആ കള്ളൻ്റെ മനസ്സിൽ വലിയ രൂപത്തിൽ ഇതോടി. അതുകൊണ്ട് തന്നെ പിന്നെ തൗബ ചെയ്തു. സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ റിഫാഈ തങ്ങളുടെ ശിഷ്യനായി അവിടെ നിന്ന് ജീവിക്കുകയാണ്. ഈമാനുള്ള മുഅ്മിനീങ്ങളെ, സ്വന്തം വീട്ടിലേക്കൊരു കള്ളൻ കയറി. ആ കള്ളൻ അതാ അവിടെ നിന്ന് കക്കുകയാണ്. ഗോതമ്പും അരിയുമൊക്കെ കക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ടവർ വയല് കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നു. അങ്ങനല്ല, വയല് കഴിഞ്ഞ് വീട്ടിലേക്ക് വല്ലപ്പോഴാ? നിങ്ങളൊക്കെ ഒന്ന് ചിലപ്പോൾ ഒരു 10:30 വീട്ടിലേക്കും. ഞാനെപ്പോഴാണ് നാട്ടിലെത്തുക? നാളെ എത്തുള്ളൂ. എനിക്ക് നാളെ രാവിലെ 7 മണിക്ക് പാലക്കാട് ജില്ലയുടെയും തൃശ്ശൂർ ജില്ലയുടെയും ഭാഗത്ത് ഒരു പാവപ്പെട്ട ഒരു പെൺകുട്ടിയെ വിവാഹം ചെയ്തു കൊടുക്കുന്നുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട ഒരു കുടുംബം, സയ്യിദ് കുടുംബം. അവരുടെ ഉമ്മായിയുടെ പേരിൽ ആണ്ട് നേർച്ച നടത്തുക. എല്ലാ വർഷവും പാവപ്പെട്ട ഒരു കുട്ടിയെ അവർക്ക് വേണ്ട 5 പവൻ സ്വർണം കൊടുക്കും. 2 കൂട്ടർക്കും വേണ്ട എല്ലാ സഹായവും. 100 പേരാണ് നാളെ വരുന്നത്. അവർക്കുള്ള ഭക്ഷണവും എല്ലാ സൗകര്യവും ചെയ്തു കൊടുക്കുന്നുണ്ട്. അള്ളാഹുവേ, അതിൻ്റെയൊക്കെ സന്തോഷം ആ സയ്യിദ് അവരുടെ പ്രിയപ്പെട്ട ഉമ്മയുടെ ഖബറിലേക്ക് എത്തിക്കണേ അല്ലാ. നീ സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാ. നാളെ അങ്ങോട്ട് എനിക്ക് എത്തേണ്ടതുണ്ട്. വീട്ടിലേക്ക് എത്തൽ ഒരു പക്ഷേ നാളെ രാത്രി പരിപാടി കഴിഞ്ഞിട്ടായിരിക്കാം, അല്ലെങ്കിൽ മറ്റന്നാളായിരിക്കാം. രാത്രിയാണ് പല സമയത്തും നമ്മൾ പ്രോഗ്രാമുകൾ കഴിഞ്ഞെത്താറുള്ളത്. അതുപോലെ അഹ്മദുൽ കബീർ റിഫാഈ തങ്ങളും എത്തി. അപ്പോൾ കള്ളൻ നല്ല രൂപത്തിൽ കളവ് നടത്തുകയാണ്. ഉടനെ പോയിട്ട് പിടിച്ചു. നമ്മളാണെങ്കിൽ എന്താ ചെയ്യുക? ഒരു കള്ളനെ കിട്ടി എന്താ ചെയ്യുക? അടി മാത്രമല്ല, നമ്മൾക്ക് അടിച്ചാൽ മതിയാവില്ല. നാട്ടിലെ എല്ലാവരും കാണുന്ന അങ്ങാടി കൊണ്ടുപോയി കെട്ടിയിടും. എന്നിട്ട് എല്ലാവരോടും പറയും അടിച്ചോളിന്ന്, അല്ലേ? അതുമാത്രമല്ല, പച്ചയായി അദ്ദേഹത്തെ മുഴുവനും വീഡിയോ എടുത്തിട്ട് സമൂഹ മാധ്യമങ്ങളിലൂടെ കളവ് നടത്തുന്നവൻ കള്ളൻ, മോശപ്പെട്ടവൻ, തെമ്മാടി എന്നൊക്കെ പറഞ്ഞ് പ്രചരണം നടത്തുന്ന കാലമാണ്. രക്ഷിക്കുമാറാകട്ടെ അള്ളാഹു, കാത്തു രക്ഷിക്കുമാറാകട്ടെ. ഇന്നത്തെ സാഹചര്യം, മീഡിയ സംവിധാനങ്ങൾ ആ രൂപത്തിൽ നല്ലതും അല്ലാത്തതുമായ ഉപയോഗങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരപകടം നടന്നാൽ പോലും വീഡിയോ എടുത്തുകൊണ്ട് പ്രചരിപ്പിക്കാൻ ആളുകളുണ്ട്. അവിടെ സമാധാനം നൽകാൻ ആളുകളില്ല, അവിടെ സന്തോഷം നൽകാൻ ആളുകളില്ല. സുബ്ഹാനല്ലാഹ്. ആ കള്ളൻ്റെ അരികിൽ പോയിട്ട് പറഞ്ഞു, മോനെ, ഇത് നീ കൊണ്ടുപോയാൽ നിനക്ക് വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല, അതുകൊണ്ട് അപ്പുറത്ത് നല്ലതുണ്ട്, അത് നീ കൊണ്ടുപോയിക്കോ. കള്ളനോട് പറഞ്ഞു, നീ ഒരു ചാക്ക് കൊണ്ടുപോവാ, നിനക്ക് വേണ്ടതൊക്കെ എടുത്ത് നീ കൊണ്ടുപോയിക്കോ. ബഹുമാനപ്പെട്ടവരുടെ മനസ്സൊന്ന് നോക്കണം, അവരുടെ കൃപയൊന്ന് നോക്കണം. സുബ്ഹാനല്ലാഹ്. അത്രയും നല്ല മനസ്സിൻ്റെ ഉടമയാണ് മഹാനായ സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ റിഫാഈ റളിയല്ലാഹു തആല അൻഹു. ഞാനിത് പറഞ്ഞത് എന്തിനാണെന്നറിയാം? ബഹുമാനപ്പെട്ടവർ പേരുള്ള സദസ്സിലിരിക്കുമ്പോൾ നമ്മളൊക്കെ ഒന്ന് തീരുമാനിക്കുക, ബഹുമാനപ്പെട്ടവർ മനുഷ്യന്മാരോട്, ജീവികളോട് വലിയ സ്നേഹവും വലിയ സന്തോഷവും ഉണ്ടായിരുന്ന ആ ഒരു നല്ല സ്വഭാവം എൻ്റെ ജീവിതത്തിലുണ്ടാവണം, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലുണ്ടാവണം. പാവപ്പെട്ട ഒരാളും നമ്മുടെ നാട്ടിലുണ്ടാവാൻ പാടില്ല. ഒരു നേരത്തെ ഭക്ഷണം കിട്ടാത്ത ഒരാളുണ്ടാവാൻ പാടില്ല.
അത് മുസ്ലിമാവട്ടെ അമുസ്ലിമാവട്ടെ, മതമുള്ളവനാവട്ടെ മതമില്ലാത്തവനാവട്ടെ, എൻ്റെ നാട്ടിലൊരു പാവപ്പെട്ടവരും ഉണ്ടാവരുത് എന്ന നല്ലൊരു മനസ്സു നമുക്കുണ്ടായി പാവപ്പെട്ടവരെ പരിചരിച്ചുകൊണ്ട് ഭക്ഷണം വേണോ ഭക്ഷണം നൽകണം, ചികിത്സ വേണോ ചികിത്സ നൽകണം, സഹായം വേണോ സഹായം നൽകണം, എന്താണോ അവർക്ക് കൊടുക്കാനുള്ളത് അത് കൊടുക്കാൻ കഴിയണം. നമ്മുടെ ജീവിതം മാത്രം സംശുദ്ധമായാൽ പോരാ, ഉഷാറായാൽ പോരാ. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പടച്ച സൃഷ്ടികളാണ്. അതുകൊണ്ടാണ് എല്ലാവരും വെറുക്കപ്പെടുന്ന നായയെ സംരക്ഷിച്ചു മാതൃക കാണിച്ചത്. അതുകൊണ്ടാണ് പൂച്ചയുടെ ഉറക്ക നഷ്ടപ്പെടുത്താതെ നമുക്ക് വലിയ രൂപത്തിൽ കാണിച്ചു തന്നത്. അവരുടെ ജീവിതം നോക്കിയാൽ എല്ലാ നിലക്കുള്ള റഹ്മത്ത്, യർഹമു മൻ ഫിൽ അർദ് യർഹമുകും മൻ ഫിസ് സമാ. ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിച്ചാൽ ആകാശത്തിന്റെ അധിപനായ അല്ലാഹു നിങ്ങളോട് റഹ്മത്ത് കാണിക്കുന്നതാണ്. ആ ഒരു മനസ്സ് നമുക്ക് വേണം.